ഞങ്ങൾ ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ രാജ്യങ്ങളിൽ ഒന്നായ സാൻ മറീനോയിലേക്കാണ് പോകുന്നത്. ഞങ്ങളുടെ ടൗണായ റിമിനിയിൽ നിന്ന് വെറും 30 മിനിറ്റ് മാത്രം യാത്ര ചെയ്താൽ എത്തുന്ന രാജ്യമാണ് സാൻ മറീനോ. അതെ, ഇറ്റലിക്കകത്ത് ഇറ്റലി അല്ലാത്ത ഒരു രാജ്യമുണ്ട്. മറ്റുള്ള രാജ്യങ്ങളെല്ലാം കടലും അതിർത്തിയും എല്ലാം ചുറ്റിക്കിടക്കുമ്പോൾ ഈ കുഞ്ഞു രാജ്യം ഇറ്റലിയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന രാജ്യമാണ്. ഇറ്റലിയിലെ റിമിനിയിൽ നിന്ന് ഉച്ചയോടെയാണ് ഞങ്ങൾ കാറിൽ ഇങ്ങോട്ട് പുറപ്പെട്ടത്. വേറെ എവിടെന്നെങ്കിലും വരുന്നവരാണെങ്കിൽ റിമിനി സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് സാൻ മറീനോയിലേക്ക് ഷട്ടിൽ ബസ്സും ഉണ്ട്. ഇതൊരു ഹിൽ സ്റ്റേഷൻ കൂടിയാണ്. അതുകൊണ്ട് ഇവിടുത്തെ കേബിൾ കാർ യൂസ് ചെയ്താണ് ഞങ്ങൾ മുകളിലേക്ക് പോയത്. 5 യൂറോ കൊടുത്താൽ കേബിൾ കാറിൽ മുകളിൽ പോയി താഴെ വരാനുള്ള 2 വേ ടിക്കറ്റ് നമുക്ക് കിട്ടും. ഈ കാണുന്നത് സാൻ മറീനോയുടെ ടൂറിസ്റ്റ് മാപ്പാണ്. ഇത് ഒരെണ്ണം എടുത്ത് കയ്യിൽ വെച്ച അവിടെ കറങ്ങാനുള്ള മുഴുവൻ ഗൈഡ് ലൈൻസും ഇതിൽ നിന്ന് കിട്ടും. പുതിയൊരു സ്ഥലത്തേക്ക് പോകുന്നതിന്റെ എല്ലാ എക്സൈറ്റ്മെന്റും എനിക്കുണ്ടായിരുന്നു. അങ്ങനെ കേബിൾ കാർ മെല്ലെ മുകളിലേക്ക് പൊന്തി തുടങ്ങി. അതാ ആ ദൂരെ കാണുന്നില്ലേ, അത് കടലാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ അവിടെ സൂര്യൻ അസ്തമിച്ചു തുടങ്ങിയിരുന്നു. പക്ഷെ ആ നേരത്തെ അവിടുത്തെ കാഴ്ചകളുടെ ഭംഗി അതൊന്ന് വേറെ തന്നെയായിരുന്നു. ഇതാണ് സാൻ മറീനോയുടെ ഫ്ലാഗ്. പിന്നെ കുറച്ചു നേരം അവിടുത്തെ ടൗൺ ഒക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടു. ഇതാണ് പലാറ്റ്സോ പബ്ലിക്കോ അഥവാ പബ്ലിക് പാലസ്. പിന്നെ ഇവിടുത്തെ ടൂറിസ്റ്റ് ഓഫീസിൽ പോയാൽ പാസ്പോർട്ട് സ്റ്റാമ്പ് ചെയ്ത് കിട്ടും. ഇതിന് 5 യൂറോയാണ് ചെലവുള്ളത്. ഇതാണ് സാൻ മറീനോയിലെ മെയിൻ ആയിട്ടുള്ള ചർച്ച്, ബസിലിക്ക ഡി സാൻ മറീനോ. ആ കാണുന്നതാണ് ഇവിടുത്തെ കാസിനോ. നേരിട്ട് കണ്ട ശരിക്കും നമ്മളൊരു ഫെയറി ടെയിലൊക്കെ കാണുന്ന പോലെ മലമുകളിലൊരു കൊട്ടാരം അത് തന്നെ. അങ്ങനെ ഇരുട്ടായി തുടങ്ങിയതുകൊണ്ട് തന്നെ താഴെയുള്ള ടൗണുകളെല്ലാം മാജിക്കലായിട്ട് തോന്നി. ഇവിടെ വന്നതിന്റെ ഓർമ്മയ്ക്കായിട്ട് ഞാനൊരു പോസ്റ്റ് കാർഡ് വാങ്ങിയിരുന്നു. ഇവിടുത്തെ പല കാഴ്ചകളും എനിക്ക് മിസ്സായത് കാരണം അതെല്ലാം കാണാൻ വേണ്ടി വീണ്ടും ഒരു തവണ കൂടി ഞാൻ ഇങ്ങോട്ട് വരുമെന്ന് മനസ്സിലുറപ്പിച്ച ഈ യാത്ര ഞാൻ അവസാനിപ്പിച്ചത്. അപ്പൊ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ബൈ.